അധ്യായം 58 അൽ മുജാദില. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 22. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. തന്റെ ഭർത്താവിനെക്കുറിച്ച് നിന്നോട് തർക്കിക്കുകയും അല്ലാഹുവോട് ആവലാതിപ്പെടുകയും ചെയ്യുന്നവളുടെ വാക്കുകൾ അല്ലാഹു കേട്ടിരിക്കുന്നു. തീർച്ച അല്ലാഹു നിങ്ങളിരുവരുടെയും സംഭാഷണം ശ്രവിക്കുന്നുണ്ട്. നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. നിങ്ങളിൽ ചിലർ ഭാര്യമാരെ ലിഹാർ ചെയ്യുന്നു. എന്നാൽ ആ ഭാര്യമാർ അവരുടെ മാതാക്കളല്ല, അവരെ പ്രസവിച്ചവർ മാത്രമാണ് അവരുടെ മാതാക്കൾ. അതിനാൽ നീചവും വ്യാജവുമായ വാക്കുകളാണ് അവർ പറയുന്നത്. അല്ലാഹു വളരെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, ഏറെ പൊറുക്കുന്നവനും. والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. തങ്ങളുടെ ഭാര്യമാരെ ലിഹാർ ചെയ്യുകയും പിന്നീട് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നവർ ഇരുവരും പരസ്പരം സ്പർശിക്കും മുമ്പേ ഒരടിമയെ മോചിപ്പിക്കണം. നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണിത്. നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്നവനാണ് അല്ലാഹു. فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم. ആർക്കെങ്കിലും അടിമയെ കിട്ടുന്നില്ലെങ്കിൽ അവർ ശാരീരിക ബന്ധം പുലർത്തും മുമ്പേ പുരുഷൻ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. ആർക്കെങ്കിലും അതിനും കഴിയാതെ വരുന്നുവെങ്കിൽ അയാൾ 60 അഗതികൾക്ക് അന്നം നൽകണം. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലുമുള്ള വിശ്വാസം സംരക്ഷിക്കാനാണിത്. അല്ലാഹു നിശ്ചയിച്ച ചിട്ടകളാണിവ. സത്യനിഷേധികൾക്ക് നോവേറിയ ശിക്ഷയുണ്ട്. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം وقد أنزلنا آيات بينات وللكافرين عذاب مهين. അല്ലാഹുവോടും അവന്റെ ദൂതനോടും വിരോധം വെച്ച് പുലർത്തുന്നവർ തങ്ങളുടെ മുൻഗാമികൾ നിന്ദിക്കപ്പെട്ട പോലെ നിന്ദിതരാകും. നാം വ്യക്തമായ തെളിവുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉറപ്പായും സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്. يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد. അല്ലാഹു സകലരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ദിവസം
അവരതൊക്കെ മറന്നിരിക്കാമെങ്കിലും അല്ലാഹു എല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അല്ലാഹു സകല കാര്യങ്ങൾക്കും സാക്ഷിയാണ്. ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? മൂന്നാളുകൾക്കിടയിൽ ഒരു രഹസ്യഭാഷണവും നടക്കുന്നില്ല നാലാമനായി അല്ലാഹുവില്ലാതെ. അല്ലെങ്കിൽ അഞ്ചാളുകൾക്കിടയിൽ സ്വകാര്യ ഭാഷണം നടക്കുന്നില്ല ആറാമനായി അവനില്ലാതെ. എണ്ണം ഇതിനേക്കാൾ കുറയട്ടെ കൂടട്ടെ, അവർ എവിടെയുമാകട്ടെ, അല്ലാഹു അവരോടൊപ്പമുണ്ട്. പിന്നെ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പുനരുദ്ധാന നാളിൽ അവരെ ഉണർത്തുകയും ചെയ്യും. അല്ലാഹു സർവജ്ഞനാണ് തീർച്ച. ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير. വിലക്കപ്പെട്ട ഗൂഢാലോചന വീണ്ടും നടത്തുന്നവരെ നീ കണ്ടില്ലേ? പാപത്തിനും അതിക്രമത്തിനും ദൈവദൂതനെ ധിക്കരിക്കാനുമാണ് അവർ ഗൂഢാലോചന നടത്തുന്നത്. അവർ നിന്റെ അടുത്തു വന്നാൽ അല്ലാഹു നിന്നെ അഭിവാദ്യം ചെയ്തിട്ടില്ലാത്ത വിധം അവർ നിന്നെ അഭിവാദ്യം ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നതിന്റെ പേരിൽ അല്ലാഹു ഞങ്ങളെ ശിക്ഷിക്കാത്തതെന്ത് എന്ന് അവർ സ്വയം ചോദിക്കുകയും ചെയ്യുന്നു. അവർക്ക് അർഹമായ ശിക്ഷ നരകം തന്നെ, അവരതിലിരിയും. അവരെത്തുന്നിടം എത്ര ചീത്ത. يا أيها الذين آمنوا إذا تناجيتم فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون. വിശ്വസിച്ചവരെ, നിങ്ങൾ രഹസ്യാലോചന നടത്തുകയാണെങ്കിൽ അത് പാപത്തിനും അതിക്രമത്തിനും പ്രവാചകധികാരത്തിനും വേണ്ടിയാവരുത്. നന്മയുടെയും ഭക്തിയുടെയും കാര്യത്തിൽ പരസ്പരാലോചന നടത്തുക. നിങ്ങൾ ദൈവഭക്തരാവുക. അവസാനം നിങ്ങൾ ഒത്തുകൂടുക അവന്റെ സന്നിധിയിലാണല്ലോ. إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. ഗൂഢാലോചന തീർത്തും പൈശാചികം തന്നെ. വിശ്വാസികളെ ദുഃഖിതരാക്കാൻ വേണ്ടിയാണത്. എന്നാൽ അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ അതവർക്കൊരു ദ്രോഹവും വരുത്തുകയില്ല. സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും وَإِذَا قِيلَ انشُزُوا فَانشُزُوا يَرْفَعِ اللَّهُ الَّذِينَ آمَنُوا مِنكُمْ وَالَّذِينَ أُوتُوا الْعِلْمَ دَرَجَاتٍ وَاللَّهُ بِمَا تَعْمَلُونَ خَبِيرٌ. സത്യവിശ്വാസികളെ, സദസ്സുകളിൽ
മറ്റുള്ളവർക്ക് സൗകര്യമൊരുക്കിക്കൊടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ നീങ്ങിയിരുന്ന് ഇടം നൽകുക. എങ്കിൽ അല്ലാഹു നിങ്ങൾക്കും സൗകര്യമൊരുക്കിത്തരും. പിരിഞ്ഞു പോവുക എന്നാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോവുക. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചവരുടെയും അറിവ് നൽകപ്പെട്ടവരുടെയും പദവികൾ അല്ലാഹു ഉയർത്തുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നാജയ്തുമുർ റസൂല ഫഖദ്ദിമൂ ബൈന യദൈ നജ്വാകും സദഖഹ ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم. വിശ്വസിച്ചവരെ, നിങ്ങൾ ദൈവദൂതനുമായി സ്വകാര്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ രഹസ്യ ഭാഷണത്തിനു മുമ്പായി വല്ലതും ദാനമായി നൽകുക. അതു നിങ്ങൾക്ക് പുണ്യവും പവിത്രവുമത്രേ. അഥവാ നിങ്ങൾക്ക് അതിന് കഴിവില്ലെങ്കിൽ അപ്പോൾ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ. തീർച്ച. അഅശ്ഫഖതും അൻ തുഖദ്ദിമൂ ബൈന യദൈ നജ്വാകും സദഖാത്ത് فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله والله خبير بما تعملون. നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾക്ക് മുമ്പേ വല്ലതും ദാനം നൽകണമെന്നത് നിങ്ങൾക്ക് വിഷമകരമായോ? നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുകയും അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തതിനാൽ നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സകാത്ത് നൽകുക, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അലം തറ ഇലല്ലദീന തവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം മാ ഹും മിൻകും വലാ മിൻഹും വയഹ്ലിഫൂന അലൽ കദിബി വഹും യഅലമൂൻ. ദൈവകോപത്തിനിരയായ ജനതയുമായി ഉറ്റബന്ധം സ്ഥാപിച്ച കപടവിശ്വാസികളെ നീ കണ്ടില്ലേ? അവർ നിങ്ങളിൽപ്പെട്ടവരോ ജൂതന്മാരിൽപ്പെട്ടവരോ അല്ല. അവർ ബോധപൂർവം കള്ളസത്യം ചെയ്യുകയാണ്. അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദാ ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. അല്ലാഹു അവർക്ക് കൊടിയ ശിക്ഷ ഒരുക്കിവെച്ചിട്ടുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർത്തും ചീത്ത തന്നെ. اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين. തങ്ങളുടെ ശപഥങ്ങളെ അവർ ഒരു മറയായി ഉപയോഗിക്കുകയാണ്. അങ്ങനെ അവർ ജനങ്ങളെ ദൈവമാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്നു. അതിനാൽ അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. തങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അല്ലാഹുവിൽ നിന്ന് രക്ഷ നേടാൻ അവർക്ക് ഒട്ടും ഉപകരിക്കുകയില്ല. അവർ നരകാവകാശികളാണ്. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. യൗമ യബഅസുഹുമുല്ലാഹു ജമീഅൻ ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലക്കും വയഹ്സബൂന അന്നഹും അലാ ശൈഇ അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. അവരെയെല്ലാം അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം അവർ നിങ്ങളോട് ശപഥം ചെയ്യുന്നതുപോലെ അവനോടും ശപഥം ചെയ്യും. അതുകൊണ്ട് തങ്ങൾക്ക് നേട്ടം കിട്ടുമെന്ന് അവർ കരുതുകയും ചെയ്യും. അറിയുക, തീർച്ചയായും അവർ കള്ളം പറയുന്നവർ തന്നെ. استحوذ عليهم الشيطان فأنساهم ذكر الله أولئك
أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون. പിശാച് അവരെ തന്റെ പിടിയിലൊതുക്കിയിരിക്കുന്നു. അങ്ങനെ അല്ലാഹുവെ ഓർക്കുന്നതിൽ നിന്ന് അവനവരെ മറപ്പിച്ചിരിക്കുന്നു. അവരാണ് പിശാചിന്റെ കക്ഷി. അറിയുക, നഷ്ടം പറ്റുന്നത് പിശാചിന്റെ കക്ഷിക്കാർക്കു തന്നെയാണ്. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ. അല്ലാഹുവോടും അവന്റെ ദൂതനോടും വിരോധം വെക്കുന്നവർ പരമനിന്ദ്യരിൽപ്പെട്ടവരത്രേ. കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. ഉറപ്പായും താനും തന്റെ ദൂതന്മാരും തന്നെയാണ് വിജയം വരിക്കുക എന്ന് അല്ലാഹു വിധി എഴുതിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു സർവശക്തനും അജയ്യനുമാണ് തീർച്ച. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അല്ലാഹുവോടും അവന്റെ ദൂതനോടും വിരോധം വെച്ചു പുലർത്തുന്നവരോട് സ്നേഹബന്ധം സ്ഥാപിക്കുന്നതായി നിനക്ക് കാണാനാവില്ല. ആ വിരോധം വെച്ചു പുലർത്തുന്നവർ സ്വന്തം പിതാക്കന്മാരോ പുത്രന്മാരോ സഹോദരന്മാരോ മറ്റു കുടുംബക്കാരോ ആരായിരുന്നാലും ശരി, അവരുടെ മനസ്സുകളിൽ അല്ലാഹു സത്യവിശ്വാസം സുദൃഢമാക്കുകയും തന്നിൽ നിന്നുള്ള ആത്മചൈതന്യത്താൽ അവരെ പ്രബലരാക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ അവരെ താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അതിലവർ സ്ഥിരവാസികളായിരിക്കും. അല്ലാഹു അവരിൽ സംതൃപ്തനായിരിക്കും. അല്ലാഹുവിനെ സംബന്ധിച്ച് അവരും സംതൃപ്തരായിരിക്കും. അവരാണ് അല്ലാഹുവിന്റെ കക്ഷി. അറിയുക, ഉറപ്പായും അല്ലാഹുവിന്റെ കക്ഷിക്കാർ തന്നെയാണ് വിജയം വരിക്കുന്നവർ.